കോതമംഗലത്ത് വീട്ടുവളപ്പിൽ അതിക്രമിച്ചു കയറി കാർ തകർത്തതായി പരാതി. ഉടമ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കോതമംഗലം സബ്സ്റ്റേഷൻ പടിക്ക് സമീപം അറയ്ക്കൽ പുത്തൻപുരയിൽ താമസിക്കുന്ന അരുൺരാജിന്റെ കാർ അജ്ഞാതൻ തകർത്തതായി പരാതി. KL 08 AN 7227 നമ്പറിലുള്ള ഇന്നോവ കാറിനാണ് ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചത്. അതിൻ്റെ പേര് അരുൺ എന്നാണ്. എൻ്റെ വീട്ടുപേര് അറയ്ക്കൽ പുത്തൻപുര ആണ്. ഞാനിവിടെ കോളേജിൽ ബൈക്ക് മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ മിനിഞ്ഞാന്ന് രാത്രി ഇതുപോലെ വെളുപ്പിന് 3 മണിക്ക് എൻ്റെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് തകർക്കുകയും ഡീസൽ ടാങ്കിൻ്റെ ക്യാപ്പ് തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ആയുധം കൊണ്ട്. പിന്നെ നമ്മുടെ മുകളിൽ സ്റ്റെയറിൻ്റെ മുകളിൽ വൈഫൈയുടെ കേബിളുകൾ തകർക്കുകയും പിന്നെ CCTV തകർക്കുകയും CCTVയുടെ കേബിള് പിന്നെ AC പൈപ്പ് ഒടിക്കുകയും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ നിലവിൽ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതിൽ ഒരാളെ കാണാം, കാണാം, ഒരു ആളെ വ്യക്തമായിട്ട് കാണാം. ആ രീതിയിലാണ് ഇപ്പോൾ പരാതി. നിലവിൽ കോതമംഗലം CIക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അവർ വന്ന് അന്വേഷിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിലവിൽ വേറെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. ഇതാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. വീടിന്റെ കാർ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന്റെ മുൻവശത്തെ ഗ്ലാസ് കത്തി പോലുള്ള മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് തകർത്ത നിലയിലാണ് കണ്ടെത്തിയത്. ഏകദേശം 20,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ ആക്രമണം നടത്തിയ ആളെ കാണുന്നുണ്ടെങ്കിലും വ്യക്തമായി തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അക്രമത്തിന് മുൻപ് വീട്ടിലെ വൈഫൈ, കേബിൾ കണക്ഷനുകൾ എന്നിവ മുറിച്ച നിലയിലായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. കോളേജ് ജംഗ്ഷനിലെ വർക്ക്ഷോപ്പിൽ ജീവനക്കാരനായ അരുൺരാജും ഭാര്യയും 3 വയസ്സുള്ള കുഞ്ഞും സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നെങ്കിലും ആക്രമണത്തിന്റെ ശബ്ദം കേട്ടിരുന്നില്ല. 2 വർഷമായി ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് അതിക്രമം നടന്നത്. വീടിന്റെ പിൻവശം വഴിയാണ് അക്രമി എത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവവുമായി ബന്ധപ്പെട്ട് അരുൺരാജ് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.